ഇപ്പം നമ്മുടെ യൂണിറ്റ് 3 ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. അപ്പം നമ്മൾ സ്റ്റോറിയൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമായിരുന്നു. ആരാ നമ്മുടെ കഥാനായകൻ? ആരാണ് നമ്മുടെ ഹീറോ ഓഫ് ദി സ്റ്റോറി? ഐവാൻ. വാട്ട് വാസ് ദ വിഷ് ഓഫ് ഐവാൻ? എന്തായിരുന്നു അവൻ്റെ വിഷ്? ഹി വാണ്ടഡ് ടു നോ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഫോർ വാട്ട് പർപ്പസ്? എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പഠിക്കാൻ തോന്നിയത്? ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഹി വാണ്ടഡ് ടു നോ ദ സ്പീച്ച് ഓഫ് ദ നൈറ്റിംഗേൾ, അല്ലെ സോങ് ഓഫ് ദ നൈറ്റിംഗേൾ. അതിനു വേണ്ടിയിട്ടാണ് അവൻ എന്ത് തീരുമാനിച്ചത്? ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ലേൺ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും റഷ്യൻ മർച്ചൻറ്റിൻ്റെ സെർവൻ്റായ ഐവാൻ എന്ത് ചെയ്തു? മർച്ചൻ്റ് അവനെ എന്ത് ചെയ്തു? എവിടെ വിട്ടു? ഫോറസ്റ്റിലോട്ട് വിട്ടു. എന്തിനായിരുന്നു ഫോറസ്റ്റ് വിട്ടത്? എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഫോറസ്റ്റിൽ പോയി എന്തിനായിരുന്നു? ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺ ഡേ ദ മർച്ചൻറ്റ് സെൻഡ് ഐവാൻ ടു ദ ഫോറസ്റ്റ് ഫോർ വാട്ട്? ടു ഫെച്ച് ഫയർവുഡ്. ഫോർ വാട്ട്? ടു ഫെച്ച് ഫയർവുഡ്. ഓക്കെ. Then what happened there? You know. Soon wind rose, sky became clouded, lightning flashed, thunder roared loudly, and the rain fell heavily. Then he helped. ആരെയാണ് ഐവാൻ ഹെൽപ്പ് ചെയ്തത്? ഐവാൻ ഹെൽപ്ഡ് ദ ലിറ്റിൽ ബേർഡീസ്. ബേർഡീസിനെ എന്ത് ചെയ്തു? മഴയൊക്കെ നനയാതെ എന്ത് ചെയ്തു അവൻ? ഹീ ക്ലൈംബ്ഡ് ദ ട്രീ ആൻഡ് കവേർഡ് ദ ലിറ്റിൽ വൺസ് വിത്ത് ഹിസ് ക്ലോത്ത്സ്. ഹീ കവേർഡ് ദ ലിറ്റിൽ ബേർഡീസ് വിത്ത് ഹിസ് ക്ലോത്ത്സ്. ഓക്കെ. ദെൻ ദ മദർ ബേർഡ് കെയിം ബാക്ക് ആൻഡ് എന്ത് സംഭവിച്ചു പിന്നെ? ദ മദർ ബേർഡ് ആസ്ക്ഡ് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. അപ്പോൾ എന്ത് പറഞ്ഞു? ഐ വാണ്ടഡ് ടു ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. അപ്പോൾ എന്ത് പറഞ്ഞു? സ്റ്റേ വിത്ത് മീ ഫോർ സം ഡേയ്സ് ആൻഡ് യു ഷാൾ നോ ഇറ്റ് ആസ് വി ഡു. എന്നിട്ട് അങ്ങനെ അവൻ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് പഠിച്ചോ? നമുക്ക് നോക്കാം. അപ്പോൾ ഹൗ മെനി ലാംഗ്വേജസ് ഡു യു നോ? നിങ്ങൾക്ക് എത്ര ലാംഗ്വേജസ് ഒക്കെ അറിയാം? മലയാളം അറിയാം. ഓക്കെ, മലയാളം നന്നായിട്ട് പറയാനും എല്ലാം അറിയാം. ഇംഗ്ലീഷ് കേട്ടാലൊക്കെ കുറച്ചൊക്കെ മനസ്സിലാവും അല്ലേ? കുറച്ചൊക്കെ അത്യാവശ്യം കേട്ടാൽ മനസ്സിലാവും. ഓക്കെ. ചിലർക്ക് ഹിന്ദി അറിയാവുന്നവർ കാണും, തമിഴ് അറിയാവുന്നവർ കാണും. ഡു യു സ്പീക്ക് വിത്ത് യുവർ പെറ്റ്സ്? ഡു യു ഹാവ് എനി പെറ്റ്സ്? ചിലർക്ക് ഡോഗുണ്ട്, ചിലർക്ക് ക്യാറ്റുണ്ട്, ചിലർക്ക് ഫിഷുണ്ട്, ചിലർക്ക് ഗോട്ടുണ്ട്, കൗവുണ്ട്, ഇങ്ങനെ പല പെറ്റ്സ് കാണും. പാരറ്റ് കാണും. ഓക്കെ. ഡു യു സ്പീക്ക് വിത്ത് യുവർ പെറ്റ്സ്? അതുമായിട്ട് സംസാരിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും? ഓക്കെ. ഇപ്പം എന്തായാലും നമ്മുടെ ഐവാൻ എന്ത് ചെയ്തു? ഐവാൻ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ഒക്കെ ലേൺ ചെയ്ത് കാണുമായിരിക്കും അല്ലേ? എന്തായാലും. അപ്പം അടുത്ത് നോക്കിക്കേ, അടുത്ത പേജ് കണ്ടോ? പേജ് നമ്പർ 64. പേജ് നമ്പർ 64. ഓക്കെ. ദ ഹെഡിങ് ഈസ് ദ സീക്രട്ട്. That night, Ivan was listening to the song of the nightingale. Can you see a picture in that page 64? Yeah. What was that? നോക്കാം നമുക്ക്. That night, Ivan was listening to the song of the nightingale. Now he could understand its meaning. അപ്പോൾ അവൻ എന്ത് ചെയ്തു? This time he learned the language of birds, so he can understand its meaning, the nightingale song. Now he could understand its meaning. Ivan spoke to the bird in its language. Then what happened? Ivan spoke to the bird in its language. How did you learn our language? Flying towards him, the nightingale asked. അതാണ് നമ്മൾ ആ പിക്ചറിൽ കാണുന്നത്. അപ്പം നൈറ്റിംഗേളിന് അതിശയം, ആ പക്ഷിക്ക് ഭയങ്കര സർപ്രൈസ്. What was the surprise of that bird? Ivan speak to the bird with the bird's language.
Then the bird asked to Ivan, how did you learn our language? നീ എങ്ങനെയാണ് ഞങ്ങളുടെ ലാംഗ്വേജ് പഠിച്ചത്? Flying towards him. The nightingale asked. എന്താ ചോദിച്ചത് നൈറ്റിംഗേൾ അങ്ങോട്ട് വന്നിട്ട്? How did you learn our language? Ivan told the whole story to the nightingale. ഐവാൻ വിശദമായിട്ട് ടെൽ ഓൾ ദ സ്റ്റോറി. എന്താ ഫോറസ്റ്റിൽ പോയതും ലിറ്റിൽ ബേർഡീസിനെ ഹെൽപ്പ് ചെയ്തതും. അപ്പം എന്ത് ചെയ്തു? മദർ ബേർഡ് വന്നവന് ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് പഠിപ്പിച്ചു കൊടുത്തതും അല്ലെ ബേർഡ് ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുത്തതും ഒക്കെ വിശദമായിട്ട് ഹി ടോൾഡ് ദ ഹോൾ സ്റ്റോറി ടു ദ നൈറ്റിംഗേൾ. I have a secret to tell you, the bird said. എനിക്കൊരു സീക്രട്ട് പറയാനുണ്ട്, the bird said. What is it? Ivan asked. The bird whispered the secret in Ivan's ears. Whispered, നമ്മൾ ചില സമയത്ത് മർമറിങ് ചെയ്യും, പിറുപിറുക്കും. വിസ്പേർഡും അതുപോലെ എന്താ ചെറിയ ശബ്ദത്തിൽ സംസാരിക്കുന്നതിനാണ് പറയുന്നത് വിസ്പറിങ്. വിസ്പേർഡ് അപ്പം എന്താ? ദ ബേർഡ് വിസ്പേർഡ് ദ സീക്രട്ട് ഇൻ ഐവാൻസ് ഇയേഴ്സ്. ഐവാൻ്റെ ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറഞ്ഞു. ഐവാൻ, പെട്ടെന്നൊരു ശബ്ദം, ഐവാൻ! ദ മെർച്ചൻ്റ് കോൾഡ് ഹിം. ദ നൈറ്റിംഗേൾ ഫ്ലൂ അവേ. പെട്ടെന്ന് എന്താ ഉച്ചത്തിൽ ആര് വിളിച്ചു? ദ മെർച്ചൻ്റ് കോൾഡ് ഹിം. മെർച്ചൻ്റ് അവനെ വിളിച്ചു. ദ നൈറ്റിംഗേൾ ഫ്ലൂ അവേ. കണ്ടോ? ഫ്ലൂ അവേ. എന്താണ് ഫ്ലൂ അവേ? പറന്നങ്ങ് പോയി. വാട്ട് കുഡ് ബി ദ സീക്രട്ട് ടോൾഡ് ബൈ ദ നൈറ്റിംഗേൾ? എന്തായിരിക്കും ദ സീക്രട്ട്? നൈറ്റിംഗേൾ എന്തോ സീക്രട്ട് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, എന്തായിരിക്കും ആ സീക്രട്ട്? അറിയില്ല, നമുക്ക് നോക്കാം എന്തായിരിക്കും. ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് വേർഡ്സ് ആൻഡ് മീനിങ്സ് ഉണ്ട്. എന്താ സീക്രട്ട്? എല്ലാവർക്കും അറിയാം. ഐവാനോട് ആ നൈറ്റിംഗേൾ പറഞ്ഞ സീക്രട്ട് എന്തായിരിക്കും? സീക്രട്ട്, രഹസ്യം. ലിസൺ, ആ സോങ്, നൈറ്റിംഗേളിൻ്റെ സോങ് അവൻ ലിസൺ ചെയ്തു, ശ്രദ്ധിച്ചു. മീനിങ് മീൻസ് അർത്ഥം. സ്പോക്ക് അറിയാമല്ലോ, പറഞ്ഞു. ടുവേർഡ്സ്, ആ നൈറ്റിംഗേൾ എന്താ ഐവാൻ്റെ അടുത്തോട്ട് വന്നില്ലേ, അതാണെന്ത്? ടുവേർഡ്സ്, നേർക്ക്. ഹോൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ, മൊത്തത്തിൽ. ആസ്ക്ഡ്, ചോദിച്ചു. വിസ്പറിങ് അല്ലെങ്കിൽ വിസ്പേർഡ്, മന്ത്രിക്കുക, പതുക്കെ പറയുക. കോൾഡ്, എന്താണ് കോൾഡ്? കോൾ നമുക്കറിയാം, വിളിച്ചു. ഫ്ലൂ എവേ അല്ലെങ്കിൽ ഫ്ലൂ എന്താ? പറന്നു. അപ്പോൾ ഇത്രയും മീനിങ്ങാണ് അതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ പോർഷൻ ഒന്നും കൂടെ ഒന്ന് വായിച്ചൊക്കെ നോക്കണേ. പേജ് നമ്പർ 65. വാട്ട് വാസ് ദ ഹെഡിങ് ഓഫ് ദാറ്റ് പേജ്? എ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ വിചിത്രമായ എന്നൊക്കെ, ഒരു അതിശയിപ്പിക്കുന്ന, ഒരു വ്യത്യസ്തമായ. സ്ട്രേഞ്ച്, പ്രഡിക്ഷൻ, ഊഹിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ? നൈറ്റിംഗേൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഐവാൻ്റെ മാസ്റ്ററായ മെർച്ചൻ്റ് വിളിച്ചു. എന്നിട്ട് എന്താ ചോദിച്ചതെന്ന് നോക്കാം. എ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ. ഹൂ വെയർ യു ടോക്കിംഗ് ടു? ഐവാൻ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ അവൻ അവിടെ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ മെർച്ചൻ്റ് എന്താ ചോദിച്ചത്? ഹൂ വെയർ യു ടോക്കിംഗ് ടു? നീ ആരോടാണ് സംസാരിക്കുന്നത്? ദ മെർച്ചൻ്റ് ആസ്ക്ഡ്. ഹൂ വെയർ യു ടോക്കിംഗ് ടു? അപ്പോൾ എന്താ അവൻ പറഞ്ഞു കാണും? ഐ വാസ് ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ. ഐവാൻ റിപ്ലൈഡ്. കള്ളത്തരമൊന്നുമില്ല, നല്ല ഒച്ച. അപ്പോൾ എന്ത് പറഞ്ഞു? ഐ വാസ് ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ. ഐവാൻ റിപ്ലൈഡ്. ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ? ഹൗ ക്യാൻ യു ഡു ദാറ്റ്? നൈറ്റിംഗേളിനോട് സംസാരിക്കുന്നോ? ഹൗ ക്യാൻ യു ഡു ദാറ്റ്? നിനക്കതെങ്ങനെ പറ്റും? അപ്പോൾ അവൻ എന്തു പറഞ്ഞു കാണും? എനിക്ക് ബേർഡ്സിൻ്റെ ലാംഗ്വേജ് അറിയാം. എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടാവുക? ഐ ഹാവ് ലേൺഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ദ മെർച്ചൻ്റ് സ്റ്റേഡ് അറ്റ് ഐവാൻ ഇൻ ഡിസ്ബിലീഫ്. ഇപ്പം നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് പറയുക, ഞാൻ ആ കാക്കയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, അതിൻ്റെ സംസാരം എനിക്കറിയാം. നമ്മൾ എന്ത് ചെയ്യും? കണ്ണൊക്കെ ഇങ്ങനെ വെളിയിൽ തള്ളി അതിശയപ്പെട്ട് നിൽക്കത്തില്ലേ? അതുപോലെ എന്താ ഈ മെർച്ചൻറ്റും സ്റ്റേഡ് അറ്റ് ഐവാൻ ഇൻ ഡിസ്ബിലീഫ്. നമ്മൾ അന്നയുടെ പാഠത്തിൽ പഠിച്ചില്ലേ? അന്ന ചെറുക്കനെ തുറച്ചു നോക്കി, സ്റ്റേഡ് എന്ന് പഠിച്ചില്ലേ? അതുപോലെ ദ മെർച്ചൻറ്റ് സ്റ്റേഡ് അറ്റ് ഐവാൻ ഇൻ ഡിസ്ബിലീഫ്.
ഡിസ്ബിലീഫ്. ബിലീഫ് മീൻസ് വിശ്വാസം. ഡിസ്ബിലീഫ് വിശ്വസിക്കാതിരിക്കുക. വാട്ട് വെയർ യു ടോക്കിംഗ് അബൌട്ട്? നീ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? വാട്ട് വെയർ യു ടോക്കിംഗ് അബൌട്ട്? ആസ്ക്ഡ് ദ മെർച്ചൻ്റ് ആഫ്റ്റർ എ മൊമെൻറ്റ്. ആഫ്റ്റർ സം ടൈം, in disbelief, the merchant asked to the boy Ivan, "What were you talking about?" Ivan was worried. He spoke in a broken voice. Ivan ടെൻഷനായി. He spoke in a broken voice. പെട്ടെന്ന് ടെൻഷൻ അടിച്ചുകൊണ്ട് പറഞ്ഞു, "The nightingale said that I would become a king and you would become my servant." അപ്പം എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. അപ്പം എന്ത് പറഞ്ഞു? ഇവൻ എന്ത് പറയും? ഒരു രഹസ്യമല്ലേ പറഞ്ഞ, സീക്രട്ട്. എന്താ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് മെർച്ചൻ്റ് ചോദിച്ചു. അപ്പോൾ എന്താ പറഞ്ഞത്? വാട്ട് വാസ് ദ സീക്രട്ട്? എന്തായിരുന്നു ആ നൈറ്റിംഗേൾ പറഞ്ഞ രഹസ്യം? ദ നൈറ്റിംഗേൾ സെഡ് ദാറ്റ് ഐ വുഡ് ബിക്കം എ കിങ്. ഹൂ വുഡ് ബിക്കം ദ കിങ്? ഐവാൻ വുഡ് ബിക്കം എ കിങ്. ഐവാൻ ഒരു രാജാവാകും. ആൻഡ് യു വുഡ് ബിക്കം മൈ സെർവൻറ്റ്. ആരാണ് സെർവൻ്റ് ആകുന്നത്? ദ മെർച്ചൻ്റ് വുഡ് ബിക്കം ഐവാൻ സെർവൻറ്റ്. ഇതായിരുന്നു ആ ബേർഡ്, ആ ഒരു നൈറ്റിംഗേൾ ഐവാനോട് പറഞ്ഞ രഹസ്യം. യു വുഡ് ബിക്കം എ കിങ് ആൻഡ് ദ മെർച്ചൻ്റ് വുഡ് ബിക്കം ഹിസ് സെർവൻറ്റ്. ഓക്കെ, നടക്കുമായിരിക്കുമോ ഇത്? നമുക്ക് നോക്കാം. ഡു യു തിങ്ക് ദ മെർച്ചൻ്റ് വിൽ ലൈക്ക് വാട്ട് ദ ബേർഡ് സെഡ്? ബേർഡ് പറഞ്ഞ പോലെ ആവുമോ ഈ മെർച്ചൻ്റ്? നോക്കാം. വിൽ ദ മെർച്ചൻ്റ് ബി ആംഗ്രി? ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് സന്തോഷമാവും. എൻ്റെ വേലക്കാരൻ നല്ല രാജാവാകും, ഞാനങ്ങ് വേലക്കാരനും ആകും. ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് ശരി സന്തോഷം തോന്നുമോ? വാട്ട് വിൽ ഹി ഡു? അയാൾ എന്തായിരിക്കും ചെയ്യുന്നത്? അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമോ, അതോ അവനെ ഉപദ്രവിക്കുമോ? എന്തായിരിക്കും ചെയ്യുന്നത്? അറിയില്ല. നമുക്ക് നോക്കാം. അപ്പം എന്താ ഐവാൻ പറഞ്ഞത്? ദ നൈറ്റിംഗേൾ സെഡ് ദാറ്റ് ഐ വുഡ് ബിക്കം എ കിങ് ആൻഡ് യു വുഡ് ബിക്കം മൈ സെർവൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് വേർഡ്സേ ഉള്ളൂ. സ്ട്രേഞ്ച്. എന്താ സ്ട്രേഞ്ച്? സ്ട്രേഞ്ച് പ്രഡിക്ഷൻ. എന്തായിരുന്നു ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള പ്രഡിക്ഷൻ? വിചിത്രമായിട്ടുള്ള. സ്ട്രേഞ്ച് വിചിത്രമായ. പ്രഡിക്ഷൻ പ്രവചനം. സ്റ്റേഡ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. സ്റ്റെയറിങ് തുറച്ചു നോക്കുക, സൂക്ഷിച്ചു നോക്കുക. ബിലീഫ് അവിശ്വസനീയം. ഡിസ്ബിലീഫ് അവിശ്വസനീയം. വോയിസ് നല്ല വോയിസാന്ന് പറഞ്ഞാൽ എന്താ? നല്ല ശബ്ദം. മൊമെൻറ്റ് ആ ഒരു നിമിഷം. വറീഡ് വിഷമിക്കുക. ബ്രോക്കൺ മുറിഞ്ഞ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നോക്കിക്കേ, പേജ് നമ്പർ 66. ഇൻ ടു ദ ഡീപ് സീ. അപ്പം ഐവാൻ ഫോറസ്റ്റിൽ പോയി ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഐവാൻ വന്നു, നൈറ്റിംഗേൾ വന്നു. സ്റ്റോറിയൊക്കെ അവർ കഥ ഇതൊക്കെ മനസ്സിലായി. ലാംഗ്വേജൊക്കെ വെച്ചിട്ട് നൈറ്റിംഗേൾ പറഞ്ഞതൊക്കെ മനസ്സിലായി. അങ്ങനെ നൈറ്റിംഗേൾ വന്ന് ദ നൈറ്റിംഗേൾ ടെൽ എ സീക്രട്ട് ടു ഐവാൻ. വാട്ട് വാസ് ദ സീക്രട്ട്? ഐവാൻ വുഡ് ബിക്കം ദ കിങ് ആൻഡ് ഹിസ് മാസ്റ്റർ ദ മെർച്ചൻ്റ് ബിക്കം ദ സെർവൻറ്റ്. ഇതായിരുന്നു വന്ന് പറഞ്ഞ രഹസ്യം. എന്നിട്ട് ഇനി എന്ത് സംഭവിച്ചു? ഇവനാണെങ്കിൽ ഈ ഓൾ ദ തിങ്സ് ടെൽ ടു ഹിസ് മാസ്റ്ററിൻ്റെ അടുത്ത് ഇതെല്ലാം പറയുകയും ചെയ്തു, യജമാനനോട്. ഇൻ ടു ദ ഡീപ് സീ, ആഴക്കടലിലേക്ക്. എന്താ പറ്റിയെന്ന് നോക്കാം. ദ മെർച്ചൻ്റ് വാസ് വറീഡ് ആൻഡ് റിമെയിൻ സ്ലീപ്ലെസ് ഫോർ വീക്സ്. മെർച്ചൻറ്റിന് ഇത് കേട്ടിട്ട് ആകെപ്പാട്. ഉള്ളതാണെന്നറിയത്തില്ല, കള്ളമാണെന്നറിയത്തില്ല, ചെറുക്കൻ കള്ളം പറഞ്ഞതാണെന്നറിയത്തില്ല. എങ്കിലും ഇയാൾക്കിത് കേട്ട് ഇയാൾ വേലക്കാരനും ഇവൻ കിങ്ങും ആവുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അയാളുടെ ഉറക്കം നഷ്ടപ്പെട്ടു. ദ മെർച്ചൻ്റ് വാസ് വറീഡ് ആൻഡ് റിമെയിൻഡ് സ്ലീപ്ലെസ് ഫോർ വീക്സ്. ആഴ്ചകളോളം ഇയാൾ ഉറങ്ങിയില്ല. ഉറങ്ങുമ്പോഴെല്ലാം ഇയാൾക്ക് ടെൻഷൻ. ഞാൻ വേലക്കാരനാവും, അവൻ രാജാവാകും. വൺ നൈറ്റ് ദ മെർച്ചൻ്റ് ഗേവ് ഐവാൻ ടു ഡ്രിങ്ക് ടു മേക്ക് ഹിം ഡ്രൗസി. വൺ നൈറ്റ് ദ മെർച്ചൻ്റ് ഗേവ് ഐവാൻ. എന്താണ് ഐവാൻ കൊടുത്തത്? ഒരു ഡ്രിങ്ക് കൊടുത്തു. ടു മേക്ക് ഹിം ഡ്രൗസി, മയക്കാനുള്ള ഒരു ഡ്രിങ്ക് കൊടുത്തു. വൺ നൈറ്റ് ദ മെർച്ചൻ്റ് ഗേവ് ഐവാൻ എ ഡ്രിങ്ക് ടു മേക്ക് ഹിം ഡ്രൗസി. വെൻ ഐവാൻ ഹാഡ് ഫോളൻ അസ്ലീപ് ദ മെർച്ചൻ്റ് ലേഡ് ഹിം ഓൺ എ ബോട്ട്. മയങ്ങി വീണതും എന്താ ചെയ്തത്? വെൻ ഐവാൻ ഹാഡ് ഫോളൻ അസ്ലീപ് ദ മെർച്ചൻ്റ് ലേഡ് ഹിം ഓൺ എ ബോട്ട്. നിങ്ങൾക്ക് ആ പിക്ചറിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ? അവനെ ഒരു ബോട്ടിനകത്ത് കയറ്റി ഇടുന്ന കണ്ടോ? ദ മെർച്ചൻ്റ് എന്ത് ചെയ്തു? ഐവാനെ ബോട്ടിൽ കയറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? അവനെ അങ്ങനെ എടുത്ത് കിടത്തി. ഹീ സ്പ്രെഡ്സ് ദ വൈറ്റ് സെയിൽസ് ആൻഡ് പുഷ്ഡ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ.
ആ ഒരു പായകളെ, ഹി സ്പ്രെഡ് ദ വൈറ്റ് സെയിൽസ്, ആ പായ, ഈ പായക്കപ്പലാണേ, പായകൾ ഇങ്ങനെ വെച്ച് ആ കാറ്റിങ്ങനെ ഓപ്പോസിറ്റ് അടിക്കുമ്പോഴത്തേന് ആ ബോട്ട് ഇങ്ങനെ നീങ്ങി നീങ്ങി പോവും. സ്പ്രെഡ് ദ വൈറ്റ് സെയിൽസ് ആൻഡ് പുഷ്ഡ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ, കടലിലേക്ക് അതിനെ അങ്ങ് തള്ളിവിടുകയും ചെയ്തു. അങ്ങനെ ഇയാൾക്ക് ഇഷ്ടപ്പെടുവോ, ഇവൻ രാജാവാണ്. അപ്പോൾ ഇവനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഹി ഗേവ് എ ഡ്രിങ്ക് ടു ഐവാൻ ആൻഡ് സ്പ്രെഡ് ദ വൈറ്റ് സെയിൽസ് ആൻഡ് പുഷ്ഡ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ, കടലിലേക്ക് ഇറക്കി വിട്ടു. എന്താണ് സ്ലീപ്ലെസ്? ആ മെർച്ചൻറ്റിന് സ്ലീപ്ലെസ് നൈറ്റ് ആയിരുന്നു കുറേ വീക്സ് ആയിട്ട്. എന്താ? ഉറക്കമില്ലാത്ത രാത്രികൾ. വീക്സ് ആഴ്ചകൾ, അറിയാമല്ലോ. WEEKS വീക്സ്, എന്താ? ആഴ്ചകൾ. എന്നാൽ WEAK ഉണ്ട്, അത് വീക്ക്. എന്താ? ഭയങ്കര ശക്തിയില്ലാത്ത, വീക്കായിട്ടുള്ള ബോഡിയാന്ന് പറഞ്ഞാൽ ഒരാരോഗ്യമൊന്നും ഇല്ലാത്ത, അതുകൊണ്ട് അത് WEAK. ഇത് WEEK, എന്താ? ആഴ്ചകൾ. ഡ്രൗസി മീൻസ് മയങ്ങിയ, കള്ളൊക്കെ കുടിച്ച് മയങ്ങത്തില്ലേ, അങ്ങനെ മയങ്ങുന്നതിനാണ് ഡ്രൗസി. എന്തോ മയങ്ങുന്ന പാനീയം കൊടുത്തു ഇവിടെ. സ്പ്രെഡ്, വിടർത്തി. ഹി സ്പ്രെഡ് ദ വൈറ്റ് സെയിൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി സ്പ്രെഡ് ദ വൈറ്റ് സെയിൽസ്. സ്പ്രെഡ് എന്ന് വെച്ചാൽ വിടർത്തി. സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ആ ബോട്ടിൻ്റെ പായകൾക്കാണ് സെയിൽസ് എന്ന് പറയുന്നത്. റിമെയിൻഡ്, തുടർന്നു. വറീഡ്, വിഷമിക്കുക. പുഷ്ഡ്, തള്ളി. ലെയ്ഡ്, കിടത്തി. പുഷ് ചെയ്യുന്ന അറിയാലോ, തള്ളി. ഓക്കെ. അപ്പം ഈ സ്റ്റോറിയിൽ ഇതുവരെ നമ്മൾ നോക്കിയത് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സിനകത്ത് എന്താ? ഇവാൻ. ഹൂ ഈസ് ഇവാൻ? ഇവാൻ വാസ് എ ബ്രൈറ്റ് ആൻഡ് ബ്രേവ് ബോയ് ആയിരുന്നു. പിന്നെന്താ? അവൻ ആരുടെ സെർവൻ്റ് ആയിരുന്നു? ഹി വാസ് ദ സെർവൻ്റ് ഓഫ് എ റിച്ച് മെർച്ചൻറ്റ് ഹു ലിവ്ഡ് ഇൻ റഷ്യ. ഇവാൻ എന്ത് ചെയ്തുമായിരുന്നു? ദ മെർച്ചൻറ്റ് വാസ് എ ക്രൂവൽ മാൻ ആയിരുന്നു. ഹി മെയ്ഡ് ഇവാൻ ടോയിൽ ഫ്രം ഡോൺ ടു ഡസ്ക്. ഭയങ്കരമായിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഷ്ടപ്പെടുത്തി ജോലിയൊക്കെ ചെയ്യിപ്പിക്കും. എന്നിട്ട് ഇവാൻ എന്ത് ചെയ്തു? നൈറ്റിംഗേളിൻ്റെ പാട്ട് കേട്ട് ഉറങ്ങും. അപ്പോൾ എന്ത് ചെയ്തു? ഹി വാണ്ടഡ് ടു ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഹി വാണ്ടഡ് ടു നോ ദ കോൺവെർസേഷൻ ആൻഡ് പ്രഡിക്ഷൻസ് ഓഫ് ദ നൈറ്റിംഗേൾ സ്പീച്ച്. അങ്ങനെ വൺ ഡേയിൽ എന്ത് ചെയ്തു? മെർച്ചൻ്റ് സെൻഡ് ഇവാൻ ടു ദ ഫോറസ്റ്റ് ടു ഫെച്ച് ഫയർവുഡ്. അവിടെ ചെന്നപ്പോൾ എന്താ കണ്ടത്? ഭയങ്കരമായിട്ട് റെയിൻഫോൾ വന്നു. എന്നിട്ട് ഇവാൻ എന്ത് ചെയ്തു? ഇവാൻ ഹെൽപ്ഡ് സം ലിറ്റിൽ ബേർഡീസ് ഫ്രം ദ റെയിൻ. അങ്ങനെ എന്ത് ചെയ്തു? ദ മദർ ബേർഡ് കെയിം ബാക്ക് ആൻഡ് ഷീ താങ്ക്ഡ് ടു ഇവാൻ. എന്നിട്ട് എന്ത് ചെയ്തു? ഇവാനോട് പറഞ്ഞു, നിനക്ക് എന്താണ് ആവശ്യം? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അപ്പോൾ എന്ത് പറഞ്ഞു? ഐ വാണ്ടഡ് ടു ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. അങ്ങനെ ഇവാൻ എന്ത് ചെയ്തു? ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സിൻ്റെ ലാംഗ്വേജ് പഠിപ്പിച്ചു. അങ്ങനെ നൗ ഇവാൻ ബിക്കെയിം വെരി ഇൻ്റലിജൻറ്റ് ഇൻ നോയിങ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. അങ്ങനെ നെക്സ്റ്റ് നൈറ്റിൽ ആര് വന്നു? ദ നൈറ്റിംഗേൾ കെയിം ബാക്ക് ആൻഡ് സിംഗ് ദ സോങ്. ദെൻ ഇവാൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. ദെൻ ദ നൈറ്റിംഗേൾ കെയിം ടു ഇവാൻ ആൻഡ് ടോൾഡ് ദാറ്റ് എ സീക്രട്ട്. എന്ത് സീക്രട്ടായിരുന്നു പറഞ്ഞത്? അത് പറയുന്നതിന് മുമ്പ് ആര് വന്നു? മെർച്ചൻ്റ് വന്നിട്ട് ചോദിച്ചു, നീ ആരോടാണ് സംസാരിക്കുന്നത്? ഹൂ വെയർ യു ടോക്കിംഗ് ടു? അപ്പോൾ എന്ത് പറഞ്ഞു? ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ. അങ്ങനെ എന്ത് ചെയ്തു? ഇവാൻ എന്താ അവർ സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വാട്ട് വെയർ യു ടോക്കിംഗ് അബൌട്ട്? ദ നൈറ്റിംഗേൾ സെഡ് ദാറ്റ് ഐ വുഡ് ബിക്കം എ കിങ് ആൻഡ് യു വുഡ് ബിക്കം മൈ സെർവൻറ്റ്. ഞാനൊരു രാജാവും അങ്ങൊരു ഭൃത്യനുമായി മാറും എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? നൈറ്റിംഗേൾ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ മെർച്ചൻറ്റിന് ഭയങ്കരമായിട്ട് ടെൻഷനായി. സ്ലീപ്ലെസ് നൈറ്റായി. ഹി റിമെയിൻ സ്ലീപ്ലെസ് ഫോർ വീക്സ്. വൺ നൈറ്റിൽ എന്ത് ചെയ്തു? ഈ മെർച്ചൻ്റ് ഇവാന് ഗേവ് എ ഡ്രിങ്ക് ടു മേക്ക് ഹിം ഡ്രൗസി. മയക്കാനുള്ളൊരു ഇത് കൊടുത്തു, ജ്യൂസ് കൊടുത്തു. എന്നിട്ട് ഇവാൻ ഉറങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ദ മെർച്ചൻ്റ് ലേഡ് ഹിം ഓൺ എ ബോട്ടിൽ കയറ്റിയിട്ട് എന്താ? ഹി സ്പ്രെഡ് ദ വൈറ്റ് സെയിൽസ് ആൻഡ് പുഷ്ഡ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത് ഇത്രയും എല്ലാവരും നന്നായിട്ട് റീഡ് ചെയ്യണം. ഓക്കെ.